വെൽക്കം ടു ഡേ 4 വ്ലോഗ്. അപ്പൊ ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തൊരു ദിവസം. ഞാൻ ദേ രാവിലെ തന്നെ നമ്മുടെ കുറുക്കിന്റെ പരിപാടി അപ്പൊ ദേ കുറുക്കൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. ഇനിയിപ്പൊ അവനെ എണീറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി, അപ്പോഴാണ് അവന് വിശപ്പൊക്കെ ആവുള്ളൂ. അപ്പൊ ഞാൻ ആ നേരം കൊണ്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് കെറ്റിലിൽ വെച്ചിട്ടാ എന്നിട്ട് അവന്റെ പാത്രം. അപ്പൊ ഞാനത് കഴുകാനും കൂടിയാണ് വെള്ളം വെച്ചേക്കണ ചൂടുവെള്ളത്തില്. അപ്പൊ അതിനു മുന്നേ ഞാൻ കുറുക്കൊക്കെ ഉണ്ടാക്കിയ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കൂടി ഒന്ന് കഴുകാന്ന് വിചാരിച്ചെടുത്ത് വെക്കാണ് സിങ്കിലേക്ക്. ഇന്നതേ രാവിലെ തൊട്ടാകെ മൂടി നിൽക്കണം കേട്ടാ. മഴ പെയ്യാനാണെന്ന് തോന്നണേ. എന്തായാലും മഴ പെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പൊ ഈ ചൂടിനൊക്കെ ഇച്ചിരി കുറവുണ്ടായേനെ. അപ്പൊ ഞാൻ ദേ അവന്റെ ബോട്ടിലൊക്കെ തിളപ്പിക്കാനായിട്ട് പോവാൻ കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളം വെച്ചിട്ടാണ് ഇപ്പൊ കഴുകണത്. ഞാൻ ഓൾറെഡി ഇത് ഇന്നലെ തിളപ്പിച്ച് വെച്ചതാണ്. അപ്പൊ ഇതിപ്പോ ജസ്റ്റ് നമുക്ക് കെറ്റിലെ ചൂടുവെള്ളം വെച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് അവന് ഞാൻ വേറൊരു പാത്രത്തിൽ ഇച്ചിരി ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുപ്പിയിലാക്കണം കേട്ടോ. അവനിപ്പോ ഈ ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പോ അവനെ ഗ്ലാസ്സിൽ ഇച്ചിരി കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോ കുറച്ച് വെള്ളം ഉള്ളിപ്പോവും, അങ്ങനെ കുടിച്ച് പഠിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ഞാനിപ്പോ ഗ്ലാസ്സിൽ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവനെ വേറൊരു സിപ്പർ ബോട്ടിൽ മേടിക്കാന്ന് ഓർത്തോണ്ടിരിക്കണേണ്. ഈ ബോട്ടിൽ മാറ്റിയിട്ട് പൊതുവെ നമുക്ക് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാനല്ല വെള്ളം കൊടുക്കാനാണ് പാട്. അവരൊട്ടും വെള്ളം കുടിക്കൂല. പിന്നെ കുറെ പ്രാവശ്യം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവരുന്നതാണ് ഇപ്പൊ ഞാൻ വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും സിപ്പർ ബോട്ടിൽ മേടിച്ച് കഴിയുമ്പോ അവൻ കുറച്ചൊക്കെ കുടിക്കുമെന്ന് വിചാരിക്കണ്. അപ്പൊ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോ അതേ ആ പാത്രമൊക്കെ കഴുകി വെക്കണാണ്. അവന്റെ ഫുഡ് ഉണ്ടാക്കിയതും വെള്ളത്തിന്റെ പാത്രമൊക്കെ അതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ കുഞ്ഞൂസിന്റെ ഫുഡ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് അത്രയൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞൂസ് എണീറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ പിന്നെ നമുക്ക് ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊക്കെ ചെയ്യണേന്ന്. അത് കഴിഞ്ഞ് ഞാൻ അവൻ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് കുറുക്കൊക്കെ കൊടുത്തിട്ട് ചെയ്ത് അവനെ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം എടുത്ത് വെക്കണേ കേട്ടോ. അപ്പൊ അത് രാവിലെ നമ്മൾ അവനെ ടബിലിരുത്തിയാണ് കുളിപ്പിക്കണത്. അപ്പൊ അതിനു മുന്നേ ഞാൻ ഇത് രാവിലെ എല്ലാ ദിവസവും ഒന്ന് കഴുകി കളയൂട്ടാ. അതിനകത്ത് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഓർത്തിട്ടൊന്ന് കഴുകി കളയും. അപ്പൊ ഇന്നിപ്പോ ഞാനും മമ്മിയും കൂടിയായിട്ടാണ് കുളിപ്പിക്കാൻ പോകുന്നത്. അവനിപ്പോ ഒരു ഇത് ഇരിക്കണോണ്ട് നമ്മളിപ്പോ ഇതിന്റെ ഉള്ളിലത്തെ മറ്റേ ചാരി ഇരിക്കണതിനെ എടുത്ത് മാറ്റിയിട്ടാണ് കുളിപ്പിക്കണം. അവനിങ്ങനെ ഇരുന്ന് കുളിക്കാനാണ് ഇഷ്ടം. അപ്പൊ അതേ അവനെ കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഫുൾ നനയൂട്ടാ. അവനിപ്പോ വെള്ളം അതിന്റെ തുള്ള കാരണം അതിങ്ങനെ തല്ലി തല്ലി നമ്മുടെ മേത്തേക്കൊക്കെ തെറിപ്പിക്കുവേ. കുളിച്ചൊന്നും കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഉറങ്ങിയില്ലായിരുന്നു കേട്ടോ. കാരണം ലേറ്റ് ആയിട്ടല്ലേ എണീറ്റ്, അതാണ് പിന്നെ ഉറങ്ങിയില്ല. അവനെ കുളിപ്പിച്ച് ഞാൻ ഫുൾ നനഞ്ഞോണ്ട് ഞാൻ അപ്പൊ തന്നെ പോയി കുളിച്ചിട്ടോ. അപ്പൊ അതേ ഇന്ന് നമുക്ക് ലഞ്ചിനുണ്ടായിരുന്നത് അയലക്കറിയും അതുപോലെ തന്നെ പയർ വളർത്തിയതായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ച്. ഇന്നലെ ചോറ് കൊടുത്തിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഉച്ചക്ക്. അപ്പൊ അതാണ് ഇന്നിപ്പോ ഇച്ചിരി ഓറഞ്ചും പഴവും കൂടി അടിച്ചു കൊടുക്കാന്ന് ഓർത്ത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഓറഞ്ചിന്റെ തൊണ്ടൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ ആ ഉള്ളിലത്തത് മാത്രം എടുക്കണേ കേട്ടോ. അവൻ പിന്നെയും ഫ്രൂട്ട്സ് ആണ് കഴിക്കണേന്ന് എനിക്ക് തോന്നണത്. വെജിറ്റബിൾസ് വേവിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവനൊട്ടും ഇഷ്ടമല്ല. ക്യാരറ്റ് ഒന്നും അവനൊട്ടും ഇഷ്ടമല്ല. അവൻ അതൊക്കെ മൊത്തം തുപ്പിക്കളയല്ല പരിപാടി. അപ്പൊ എന്തെങ്കിലും ആവട്ടെ നോത്തിട്ടാണ് ഇപ്പൊ ഇന്ന് ഞാനിത് കൊടുക്കുന്നത്. അപ്പൊ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചു നേരം അവൻ്റെ കൂടെ അവിടെ പായിട്ടിരുന്നിട്ട് അപ്പൊ അവന്റെ ടോയ്സ് ഒക്കെ അവിടെ ഒരു ബാസ്ക്കറ്റിലിട്ട് വെച്ചേക്കണേണ്. അപ്പൊ അത് ഞാൻ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുത്തിട്ട് അപ്പൊ അവനാണെങ്കിൽ അത് ഓരോന്നോരോന്ന് വലിച്ച് പുറത്തെടുത്തോണ്ടിരിക്കണേന്. അപ്പൊ ഈ ഞാനെടുത്ത് കൊടുക്കണതൊന്നും വേണ്ടിട്ട് പുതിയൊരു രീതി അതിൽ നിന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് പിന്നെ ഞാൻ എല്ലാം കൂടെ വാരി ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സമാധാനമായത്. അപ്പൊ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ ഇരിക്കണായിരുന്നു ലാസ്റ്റ്. അപ്പതേ പുറത്താണെങ്കിൽ ചെറിയ രീതിയിൽ കാറ്റൊക്കെ വീശുണ്ടായിരുന്നുണ്ട്. അപ്പതേ ഇപ്പൊ മഴ പെയ്യുന്നുള്ള പോലെ നിക്കണേനെ. ആൻകുട്ടനെ അമ്മ മഴ കാണിച്ചേക്ക് കാണാം നമുക്ക് മഴ. അപ്പൊ ഗൈസ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ആൻകുട്ടനെ മഴ കാണിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കാണിക്കാം. അപ്പൊ ഞങ്ങൾ മഴ കൊണ്ട് നിൽക്കണേ. അപ്പൊ തൽക്കാലത്തേക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ബാക്കി എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പത്തേ ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ. അപ്പൊ ബാക്കി അടുത്ത ദിവസം കാണാം.